ചെക്കൻ്റെ അവിടുത്തെ കഴിഞ്ഞാണാവോ? ബുറാൾ, ബുറാളേ, ബുറാളേ, ആ ചെക്കൻ തന്നെ. बुराल मामा मिर्ची मामा है वो पूरा ऊपर है कामे मारला पैरे में न है पूरा ऊपर है मालार मारांबली मारांबली ये इങ്ങനെ के अच्छा बात जाता है ना കഴിഞ്ഞു है കഴിഞ്ഞാ पूरा कला से ओ दा खत्म हो गया अब करियो एला ए थोड़ा फाइट क्या मुश्किल है എനിക്ക് है പണ്ടാറ ഓല ഓല മടൽ മടൽ ഓല ആ അപ്പുറത്തെ പറമ്പിലേക്ക് എറിയേ അവര് നമ്മള് വേഗം അറിയാലേ. ഓല അപ്പുറത്തെ പറമ്പിലേക്ക് എറിയേ എല്ലാം എറിയേ ശത്രു എന്ന് पकड़ो ये के എന്താ ഈ പന്നീന ഓല ഓല അപ്പുറത്തേക്ക് ഇടുഹേ മൊത്തം എടുക്ക മൊത്തം ഹേ എന്താണ് ഹേ എന്താണ് ഇവിടെ എടങ്ങേറായി എന്താടാ ഒരാളെ ये बोला क्या निका पता कर डाले है എടാ പന്നി ഈ ഓല എടുത്തിട്ട് അപ്പുറത്തെ പറമ്പിലേക്ക് ഇടാൻ ഹേ. അപ്പൊ എന്തപ്പോ നിങ്ങൾ ഈ ഹേ ഹൂ ഹൂ എന്നൊക്കെ പറഞ്ഞ് കളിക്കണത്? मालिक ये बोला निकल उधर डाले थे वो ये मामा बोसे എടാ പന്നി ഓല എടുത്തിട്ട് അപ്പുറത്തെ എണിക്കടാ. ഈ ഓല എടുത്തിട്ട് അപ്പുറത്തെ പറമ്പിലേക്ക് ഇടുഹേ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാ ഹേ മാറിക്ക് ഓല എടുക്ക് ഹേ എടുക്ക് ഹേ ഡാലു ഹേ പൊക്കൽ ഹേ. ഈ ഓല നടന്ന് പോയിട്ട് ഹേ അപ്പുറത്തെ പറമ്പിലേക്ക് ആ മതിലിന്റെ അപ്പുറത്തേക്ക് ഇടുഹേ. ആ മതിൽ ഓ മതിൽ വാൾ ഓരോന്നായിട്ടല്ല മൊത്തത്തിൽ എടുക്കേ മൊത്തത്തിൽ ചക്കമായൊന്നല്ല. നിങ്ങളിപ്പോ എന്താ പറയണത്? ഇതാണിപ്പോ ഞാനും പറഞ്ഞോണ്ടിരുന്നത്. ഇതിപ്പോ മലയാളം പറയാണെങ്കിൽ ഞാൻ പറയൂലേ. എനിക്ക് നടന്നു ഓല എടുക്കടാ ഓല അപ്പുറത്തേക്ക് ഇടുഹേ നടന്നു പോയേ ഒരു ഹേ എന്ന് പറഞ്ഞാ മനസ്സിലാവണില്ല. അത് നമ്മളെ പറമ്പിലിട്ട് അപ്പുറത്ത് എന്തെങ്കിലും കാണിക്കും. എത്ര കാലായി ഇവിടെ വന്നിട്ട് കാലത്തിന് എന്താ ഇംഗ്ലീഷ്? കാലത്തിന് ഇപ്പൊ എന്താ? എത്ര കാൽ? പറഞ്ഞാ മനസ്സിലാ പറയാ ദിവസം ഡേയ്സ് അതെ ഞാൻ ചെയ്യേണ്ടി വരും എന്നൊക്കെ തോന്നുന്നത്. എല്ലാം കഴിഞ്ഞ് ഹേ അവൻ വേറെ ഫുള്ളാ പറയണേ. ഫുള്ളല്ലടാ ഈ ഫുള്ളായിട്ടുള്ള ചലത്താൻ പറഞ്ഞ ചലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോരയും ചലും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിനിപ്പോ മുറിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ അവൻ വിചാരിച്ചെന്താ വെച്ചാ ഇത് കൊണ്ട് മുറിഞ്ഞ അവിടെ ചോരയും ചലും വരും എന്നാ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. മനസ്സിലായി അവൻ അറബിയില് മുസീബത്ത് നമ്മളതല്ല പറഞ്ഞേ. അപ്പൊ നമ്മള് മുസീബത്ത് എന്നാണ് പറഞ്ഞേ. ഇതെന്താണ് അവിടെ കൊണ്ട് വെക്കേ. കൂലി കൊടുക്കണ നിനക്കതിനാ ശമ്പളം തരുന്നേ. എടുക്ക് ഫുൾ എടുക്ക്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട് ആൾക്ക്. എന്താ മനസ്സിനെന്താ പറയാ? നാടൊരു കാര്യം പഞ്ഞട്ടെ. ഞാനും കൊച്ചു മലയാളം അറിയുണ്ട്. ആദ്യം പറഞ്ഞാ പോരടാ. അവിടെ തായി ഓല മാലൂട്
പന്നി അടിച്ചിട്ട് ഞാൻ ഉണ്ടല്ലോ അവനക്ക് മലയാളം അറിയാം. ഞങ്ങൾക്ക് മലയാളം അറിവുണ്ട്. നിങ്ങൾ ഹിന്ദി പറഞ്ഞ് മനസ്സിനെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്തിന്? അപ്പൊ മലയാളം അറിയിച്ചെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം തന്നെ അങ്ങോട്ട് പറഞ്ഞാ പോരെ? ഞാൻ വിചാരിച്ച് വേറെ ബസ് പറയാനുണ്ട്. ഓ ഹേ ഹോ നാഗത്തില്ല. പോടാ, മതി എന്റെ പണി ഇവിടെ. പോ. അല്ല ഇനിയിപ്പൊ അവനക്ക് എന്തായാലും മനസ്സിലായില്ലേ? മോളില് ആ മോളില് പോയിട്ട് ഞാൻ രാവിലെ പറഞ്ഞാല് തേങ്ങല്ലേ ആ തേങ്ങ ഞാൻ കഞ്ഞി വരും. ആ ബസ് ഉണ്ട് മലയാളി. ബംഗാളികള് കാരണം മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അവന് മലയാളം അറിയാം. മലയാളം അറിയിക്ക നമ്മളെ വെറുതെ ഇതിപ്പോളേ നമ്മൾ ഹിന്ദി പഠിക്കേണ്ടി വരുന്ന. നമ്മളിപ്പോ എന്തായാലും ഹിന്ദി പഠിക്കേണ്ടി വരും. അതിപ്പോ നമ്മൾ എന്ത് പറഞ്ഞാലും എന്റെ കൂടെ ഒരു ഹേ ചേർത്താ ഹിന്ദി ആയില്ലേ? ആവണില്ലല്ലോ, നമ്മൾ പറയണ മനസ്സിലാവണില്ല അവർക്ക്. എത്ര നേരം ഞാൻ ഇന്നാള് ഇതേപോലെ ഒരു ബംഗാളി പുള്ളെടുക്കാൻ പറഞ്ഞു. ഓ പുള്ളൊക്കെ പറയണേ, അവൻ വേറെ പുള്ളൊക്കെ ഉദ്ദേശിക്കണേ. ഇത് ഭാഷയുടെ പ്രശ്നം. നമ്മൾക്ക് എന്തായാലും എന്നും കണ്ടുപിടിക്കണ്ടാവും അവൻ. ഹിന്ദി പഠിക്കാൻ ഇനിയിപ്പോ അല്ലാതെ വരൂ ഹേ. അത് മാത്രം പേര് വിളിക്കുമ്പോ ഇത്ര നീളത്തിലാ വിളിയേക്കണം. അതൊക്കെ പോട്ടെ ഹേ. അകത്ത് വല്ലതും തിന്നാനുണ്ട് ഹേ? ചോറുണ്ട്, തൈരുണ്ട് ഹേ? തൈര് വരൂ ഹേ, വരൂ ഹേ. ഉണ്ട് ഹേ. വാ